of incircle and area of the triangle. അന്തർവൃത്ത ആരവും ത്രികോണത്തിന്റെ പരപ്പളവും തമ്മിലുള്ള ബന്ധം. അപ്പം ഒരു ട്രയാങ്കിളിന്റെ ഏരിയയും അതിന്റെ ഇൻസർക്കിൾ റേഡിയസും തമ്മിൽ റിലേഷൻ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പം അതെന്താണെന്ന് കണ്ടെത്താം. നമുക്ക് തന്നിരിക്കുന്ന ട്രയാങ്കിളിന് പേര് കൊടുക്കാം പി ക്യു ആർ. ഓക്കെ, ഓരോ സൈഡിന്റെ ലെങ്ത്തിനും പേര് കൊടുക്കാം. പി ക്യു എ ആണെന്ന് വിചാരിക്കുക, ക്യു ആർ ബി ആണെന്ന് വിചാരിക്കുക, പി ആർ സി ആണെന്ന് വിചാരിക്കുക. അപ്പം നമുക്ക് ആദ്യം ഈ പി ക്യു ആറിന്റെ ഏരിയ കാണണം. പി ക്യു ആറിന്റെ ഏരിയ കാണണമെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം. ഈ സർക്കിളിന്റെ സെന്ററിൽ നിന്ന് ഈ ട്രയാങ്കിൾസിന്റെ വെർട്ടീസസ് ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് 3 ട്രയാങ്കിൾസ് കിട്ടും. ആണല്ലോ, ഇവിടെ ഒരു ട്രയാങ്കിള്, ഇവിടെ ഒരു ട്രയാങ്കിള്, ഇവിടെ ഒരു ട്രയാങ്കിൾ. ഈ 3 ട്രയാങ്കിളിന്റെയും ഏരിയ കണ്ടുപിടിച്ച് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഏരിയ ഓഫ് ട്രയാങ്കിൾ പി ക്യു ആർ കിട്ടും. അപ്പൊ നമുക്ക് ഈ 3 ഏരിയ കണ്ടുപിടിക്കാം. അതിനു വേണ്ടിയിട്ട് ഏരിയ ഓഫ് ട്രയാങ്കിൾ എങ്ങനെ കാണാം? ഹാഫ് ബി എച്ച് ആണ്. ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. ഹാഫ് ഇൻറ്റു ബേസ് എന്ന് പറയുന്നത് എന്താണ്? പി ക്യു ആണ്. ഈ ട്രയാങ്കിൾ എടുക്കുകയാണെങ്കിൽ പി ക്യു ആണ് ബേസ്. അതിന്റെ ലെങ്ത് നമുക്ക് തന്നിട്ടുണ്ട്, എ ആണ്. ഇനി ഹൈറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഹൈറ്റ് എന്ന് പറയുന്നത് ഇതിന്റെ ടോപ്പ് വെർട്ടെക്സിൽ നിന്ന് ബോട്ടം സൈഡിലേക്ക് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ ആണ്. ഈ സർക്കിളിന്റെ റേഡിയസ് ആണ്. അതേപോലെ ഇങ്ങോട്ടേക്ക് വരച്ചിട്ടുണ്ടെങ്കിലും ഈ രണ്ടാമത്തെ ട്രയാങ്കിളിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് സർക്കിളിന്റെ റേഡിയസ് ആണ്. മൂന്നാമത്തെ ട്രയാങ്കിളിന്റെയും ഹൈറ്റ് എന്ന് പറയുന്നത് സർക്കിളിന്റെ റേഡിയസ് ആണ്. അപ്പൊ നമുക്ക് ഏരിയ ഓഫ് ട്രയാങ്കിൾ പി ക്യു ആർ ഇസ് ഈക്വൽ ടു ഏരിയ ഓഫ് ട്രയാങ്കിൾ പി ഒ ക്യു പ്ലസ് അടുത്തത് ഏരിയ ഓഫ് ട്രയാങ്കിൾ ക്യു ഒ ആർ പ്ലസ് ഏരിയ ഓഫ് ട്രയാങ്കിൾ ആർ ഒ പി. ഈ 3 ട്രയാങ്കിളിന്റെയും ഏരിയ തമ്മിൽ കൂട്ടിയാൽ നമുക്ക് ആ വലിയ ട്രയാങ്കിളിന്റെ ഏരിയ പരപ്പളവ് കിട്ടും. അപ്പൊ ആദ്യത്തെ ട്രയാങ്കിളിന്റെ ഏരിയ, ഇതിന്റെ ഏരിയ ഹാഫ് ബി എച്ച്. ഹാഫ് ബേസ് ഇവിടെ എ ആണ്, ഹൈറ്റ് ഇവിടെ ആർ ആണ്. സോ ഹാഫ് എ ആർ പ്ലസ് രണ്ടാമത്തെ ഈ ട്രയാങ്കിളിന്റെ ഏരിയ എന്ന് പറയുന്ന ഹാഫ് ഇൻറ്റു ബേസ് ബി ആണ്, ഹൈറ്റ് ആർ ആണ്. പ്ലസ് ഈ ട്രയാങ്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് ഹാഫ് ബേസ് സി ആണ്, ഹൈറ്റ് ആർ ആണ്. നമുക്കിവിടെ നോക്കിയാൽ കാണാം, നമുക്ക് ഈ 3 ടേംസിലും ഹാഫ് കോമൺ ആണ്, ആറും കോമൺ ആണ്. അപ്പൊ ബ്രാക്കറ്റിൽ എന്തുണ്ടാവും? ഇവിടുന്ന് എ, രണ്ടാമത്തേൽ നിന്ന് ബി, മൂന്നാമത്തേതിൽ നിന്ന് സി. ഞാൻ ഇതിനൊന്ന് മാറ്റി എഴുതാണ്. ഹാഫ് ആദ്യം തന്നെ വെക്കുന്നു, എ പ്ലസ് ബി പ്ലസ് സി ആദ്യം എഴുതുന്നു, അത് കഴിഞ്ഞിട്ട് ആർ എഴുതുന്നു. തെറ്റില്ലല്ലോ. 1 ഇൻറ്റു 2ഉം 2 ഇൻറ്റു 1ഉം സെയിം ആണ്. അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എഴുതും. ഹാഫ് ഓഫ് എ പ്ലസ് ബി പ്ലസ് സി എന്ന് പറഞ്ഞാൽ എന്താണ്? എ ബി സി. ഇത് എ പ്ലസ് ബി പ്ലസ് സി എന്ന് പറയുന്നത് ഈ ത്രികോണത്തിന്റെ ചുറ്റളവാണ്, പെരിമീറ്റർ ആണ്. അതിന്റെ പകുതി, അതാണ് ഹാഫ് ഓഫ് എ പ്ലസ് ബി പ്ലസ് സി. എന്തിന് നമ്മൾ എഴുതുന്ന ലെറ്റർ എസ് എന്നാണ്. ഇനി ഇവിടെ ആർ. ഏരിയ ഓഫ് ട്രയാങ്കിൾ പി ക്യു ആറിനെ ഞാൻ എ എന്ന് എഴുതിയാൽ എ ഇസ് ഈക്വൽ ടു എസ് ആർ, അല്ലെങ്കിൽ ആർ എന്ന് പറയുന്നത് ആറിനെ ഒരുമിച്ച് ഒറ്റയ്ക്ക് ഒരു സൈഡിൽ എഴുതിയാൽ എസ് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുപോകണം, എ ബൈ എസ് എന്ന് കിട്ടും. ഇതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിസൾട്ടാണ്. ഒരു ട്രയാങ്കിളിന്റെ ഇൻസർക്കിൾ റേഡിയസ് കാണാൻ നമ്മൾ ഈ ഫോർമുലയാണ് ഉപയോഗിക്കുന്നത്. ആർ ഈസ് ഇൻസർക്കിൾ റേഡിയസ് ആണ്, അന്തർവൃത്ത ആരമാണ്. അന്തർവൃത്തം ആരം കാണാൻ ത്രികോണത്തിന്റെ പരപ്പളവിലെ ത്രികോണത്തിന്റെ ചുറ്റളവിന്റെ പകുതി കൊണ്ട് ഹരിച്ചാൽ മതി. ഇൻസർക്കിൾ റേഡിയസ് ഈസ്
ഇറ്റ്സ് ഏരിയ ഡിവൈഡഡ് ബൈ ഇറ്റ്സ് ഹാഫ് ഓഫ് പെരിമീറ്റർ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ടാണ്. ഇൻ സർക്കിൾ റേഡിയസ് ആർ ഇസ് ഈക്വൽ ടു എ ബൈ എസ്. എ എന്ന് പറയുന്നത് ഏരിയ ഓഫ് ട്രയാങ്കിൾ ആണ്. എസ് എന്ന് പറയുന്നത് ഹാഫ് ഓഫ് പെരിമീറ്റർ ഓഫ് ട്രയാങ്കിൾ ആണ്. The radius of the incircle of a triangle is its area divided by half the perimeter. R is equal to A by S, where R is incircle radius, A is area of triangle, S is half of perimeter of triangle. ഒരു ത്രികോണത്തിന്റെ അന്തർവൃത്തത്തിന്റെ ആരം ത്രികോണത്തിന്റെ പരപ്പളവിനെ ചുറ്റളവിന്റെ പകുതി കൊണ്ട് ഹരിച്ചതിന് തുല്യമാണ്. R is equal to A by S. ഇവിടെ R എന്ന് ഉദ്ദേശിക്കുന്ന അന്തർവൃത്ത ആരമാണ്. A ത്രികോണത്തിന്റെ പരപ്പളവാണ്. S ത്രികോണത്തിന്റെ ചുറ്റളവിന്റെ പകുതിയാണ്. The area of a triangle is 84 centimeter square and radius of its incircle is 4 centimeter. What is the perimeter of the triangle? ഒരു ത്രികോണത്തിന്റെ പരപ്പളവ് 84 ചതുരശ്ര സെന്റിമീറ്ററും അതിന്റെ അന്തർവൃത്ത ആരം 4 സെന്റിമീറ്ററുമാണ്. ത്രികോണത്തിന്റെ ചുറ്റളവ് എന്ത്? അപ്പോൾ ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കുക, ഇൻസർക്കിൾ റേഡിയസ് അന്തർവൃത്ത ആരം തന്നാൽ ഉപയോഗിക്കേണ്ട ഫോർമുല R is equal to A by S തന്നെയാണ്. ഓക്കെ, R is equal to A by S. ഇവിടെ R എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് ഇൻസർക്കിൾ അന്തർവൃത്ത ആരം. എ എന്ന് പറയുന്നത് ഏരിയ ഓഫ് ട്രയാങ്കിൾ ത്രികോണത്തിന്റെ പരപ്പളവ്. എസ് എന്ന് പറയുന്നത് ഹാഫ് ഓഫ് പെരിമീറ്റർ ഓഫ് ട്രയാങ്കിൾ ത്രികോണത്തിന്റെ ചുറ്റളവിന്റെ പകുതി. അപ്പൊ നമുക്ക് ഇവിടെ തന്നത് എന്തൊക്കെയാണ്? ഗിവൺ. ഈ ക്വസ്റ്റിനകത്ത് നമുക്ക് തന്നിരിക്കുന്ന ഏരിയ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം ഏരിയ ഓഫ് ട്രയാങ്കിൾ അതിന് നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ എ ആണ്. എ എന്ന് പറയുന്നതാണ് തന്നിരിക്കുന്നത് 84 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. പിന്നെ തന്നിരിക്കുന്ന റേഡിയസ് ഓഫ് ഇറ്റ്സ് ഇൻസർക്കിൾ ആണ്. റേഡിയസ് ഓഫ് ഇൻസർക്കിൾ അതിന് നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ആർ ആണ്. അത് നമുക്ക് തന്നിരിക്കുന്നത് 4 സെന്റിമീറ്റർ ആണ്. കാണേണ്ടത് പെരിമീറ്റർ ഓഫ് ട്രയാങ്കിൾ ആണ്. അപ്പൊ നമുക്ക് ഈ ഫോർമുലയിലുള്ളത് R is equal to A by S ൽ നമുക്കിപ്പോൾ തന്നിരിക്കുന്ന സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. R തന്നിരിക്കുന്നത് 4, A തന്നിരിക്കുന്നത് 84, S നമുക്ക് കണ്ടുപിടിക്കണം. S നമുക്ക് അറിയില്ല. S കാണാൻ എസ്സിനെ നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് എടുക്കുന്നു, 4നെ നമ്മൾ റൈറ്റ് സൈഡിലേക്ക് എടുക്കുന്നു. അപ്പൊ ഈ താഴെയുള്ളതിനെ മുകളിലേക്കും മുകളിലുള്ളതിനെ താഴേക്കും കൊണ്ടുപോകണം. അപ്പൊ ഇതിന് രണ്ടിനെ ഇന്റർചേഞ്ച് ചെയ്താൽ മതി. S ഇങ്ങോട്ടേക്ക് എടുക്കുമ്പോൾ 4 S സ്ഥാനത്തേക്ക് വരും. 84 by 4 എന്ന് വരും. 84നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 21 എന്ന് കിട്ടും. എസ് ആണ് കിട്ടിയിരിക്കുന്നത്. S 21 ആണ്. എസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹാഫ് ഓഫ് പെരിമീറ്റർ ആണ്. ചുറ്റളവിന്റെ പകുതിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് 21. കാണാൻ പറഞ്ഞത് ചുറ്റളവാണ്. അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കുക. Therefore പെരിമീറ്റർ കാണണമെങ്കിൽ ഇതിന്റെ ഇരട്ടി എടുക്കാം. 21 × 2 42 സെന്റിമീറ്റർ എന്ന് ആൻസർ കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ. The area of triangle with sides 5 centimeter, 12 centimeter, 13 centimeter is 30 centimeter square. Find the radius of incircle of this triangle. വശങ്ങൾ 5 സെന്റിമീറ്റർ, 12 സെന്റിമീറ്റർ, 13 സെന്റിമീറ്റർ ആയ ത്രികോണത്തിന്റെ പരപ്പളവ് 30 ചതുരശ്ര സെന്റിമീറ്റർ ആണ്. ഈ ത്രികോണത്തിന്റെ അന്തർവൃത്ത ആരം എന്ത്? അപ്പൊ നമുക്കറിയാം ഇൻസർക്കിൾ റേഡിയസ് അന്തർവൃത്ത ആരം കാണാൻ ചോദിച്ചാൽ നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന ഫോർമുല ഇതാണ്. R is equal to A by S. നമുക്ക് ഈ ക്വസ്റ്റിനകത്ത് തന്നിരിക്കുന്ന നോക്കാം, കണ്ടുപിടിക്കേണ്ടത് R ആണ്. എ നമുക്ക് തന്നിട്ടുണ്ട്. ഏരിയ ഓഫ് സർക്കിൾ, ഏരിയ ഓഫ് ട്രയാങ്കിൾ. ഓക്കെ, ഏരിയ ഓഫ് ട്രയാങ്കിൾ ത്രികോണത്തിന്റെ പരപ്പളവ് അതിനെയാണ് എ എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. അത് നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? 30 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. അപ്പൊ എക്ക് പകരം നമുക്ക് 30 കൊടുക്കാം. ഇനി എസ് നമുക്ക് തന്നിട്ടുണ്ടോ? എസ് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് തന്നിട്ടില്ല എന്നേ ഉള്ളൂ. പക്ഷെ നമുക്ക് എസ് കണ്ടുപിടിക്കാൻ പറ്റും. ഒരു ട്രയാങ്കിളിന്റെ 3 സൈഡ് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതിന്റെ ചുറ്റളവ് കാണാൻ പറ്റും, അതിന്റെ പകുതി കാണാൻ പറ്റും. അതാണ് എസ്. ഇനി എസ് ഇസ് ഈക്വൽ ടു, എസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആഡ് ചെയ്യാം. 3 സൈഡും കൂട്ടുക. 5ഉം 12ഉം 13ഉം കൂട്ടി 2 കൊണ്ട് ഡിവൈഡ് ചെയ്യും. ഹാഫ് ഓഫ് പെരിമീറ്റർ.
അപ്പൊ നമുക്ക് 5ഉം 12ഉം കൂട്ടിയാൽ 17, 17ഉം 13ഉം കൂട്ടിയാൽ 30, 30/2 ചെയ്യുമ്പോൾ നമുക്ക് 15 എന്ന് എസ് കിട്ടും. ഓക്കെ, അപ്പൊ therefore R is equal to ഫോർമുല എന്താണ്? A/S. A നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു 30 എന്ന്, S നമ്മൾ കണ്ടുപിടിച്ചു 15. 30/15 എത്രയാണ്? 2 സെന്റിമീറ്റർ. R is equal to 2 സെന്റിമീറ്റർ എന്ന് ആൻസർ കിട്ടും. അപ്പൊ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇൻസർക്കിൾ റേഡിയസ്, അന്തർവൃത്ത ആരം എന്ന് കണ്ടാൽ അപ്പോൾ നമുക്ക് R is equal to A/S എന്ന ഫോർമുല എഴുതാം. ഇവിടെ നമുക്ക് ഇൻസർക്കിൾ റേഡിയസ് കാണാൻ ക്വസ്റ്റ്യൻ ചോദിക്കാം, പെരിമീറ്റർ കാണാൻ ചോദിക്കാം. അപ്പൊ നമുക്ക് കിട്ടുന്ന ഹാഫ് ഓഫ് പെരിമീറ്റർ ആണ്. ഹാഫ് ഓഫ് പെരിമീറ്റർ കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ ഡബിൾ എടുത്താലാണ് പെരിമീറ്റർ കിട്ടുള്ളൂ. അതുപോലെ ഏരിയ കാണാനും ചോദിക്കും. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കാം, ഏരിയ ഓഫ് ട്രയാങ്കിൾ, ഏരിയ ഓഫ് ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ നമ്മൾ ആകെ ഉപയോഗിക്കുന്ന ഫോർമുല ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ്, ഹാഫ് BH. അപ്പോൾ ഒരു ട്രയാങ്കിൾ തരുന്നു, ആ ട്രയാങ്കിളിന്റെ ഒരു സ്കെലീൻ ട്രയാങ്കിൾ ആണ്, എന്താ പറയാ, സമഭുജ ത്രികോണോ സമപാർശ്വ ത്രികോണോ അതൊന്നും അല്ലാത്ത സൈഡുകളെല്ലാം ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ട്രയാങ്കിൾ. സപ്പോസ് ഇതിന്റെ ലെങ്ത് 9 സെന്റിമീറ്റർ, ഇത് 8 സെന്റിമീറ്റർ, ഇത് 7 സെന്റിമീറ്റർ. 3 വ്യത്യസ്തമായ ആംഗിൾസ് ഒന്നും തന്നിട്ടില്ല. ഇങ്ങനെ ഒരു ട്രയാങ്കിൾ തന്നാൽ ഇതിന്റെ ഏരിയ നിങ്ങൾ എങ്ങനെ കണ്ടുപിടിക്കും? 3 സൈഡ് തന്നാൽ ഇതിന്റെ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കും? നമുക്ക് ഹൈറ്റ് കാണേണ്ടി വരും, പെർപെൻഡിക്കുലർ വരയ്ക്കുക ആണല്ലോ, പെർപെൻഡിക്കുലർ വരയ്ക്കും നമ്മൾ. എന്നിട്ട് ഈ ഒരു ട്രയാങ്കിൾ മാത്രം കൺസിഡർ ചെയ്യും. അപ്പൊ നമുക്ക് പെർപെൻഡിക്കുലർ വരയ്ക്കുമ്പോൾ കറക്റ്റ് നടുവിലേക്കാണോ ഇത് വരുന്നതെന്നൊന്നും പറയാൻ പറ്റില്ല, കോംപ്ലിക്കേറ്റഡ് ആണ്. അതിനു വേണ്ടിയിട്ട് ഒരു ട്രയാങ്കിളിന്റെ 3 സൈഡ് തന്നാൽ ഏരിയ കണ്ടുപിടിക്കാൻ ഹെറോൺസ് ഫോർമുല എന്നൊരു ഫോർമുല നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഹെറോൺസ് ഫോർമുല എന്താണെന്ന് ടെക്സ്റ്റ് ബുക്കിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. ഒരു ബോക്സിനകത്ത് ഹെറോൺസ് ഫോർമുല തന്നിട്ടുണ്ട്. ഇതിനു മുമ്പ് സിലബസ് മാറുന്നതിന് മുമ്പ് ഹെറോൺസ് ഫോർമുല വെച്ച് പ്രോബ്ലം ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു. കുട്ടികൾ അത് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. ഒരു 2017-18 ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ ഹെറോൺസ് ഫോർമുല ഉപയോഗിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ കഴിഞ്ഞ 2 വർഷമായിട്ട് ഈ ഒരു ഭാഗം സിലബസിൽ നിന്ന് മാറ്റി. പക്ഷേ ഈ ഒരു കാര്യം ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്, അതുകൊണ്ട് നമ്മളത് അറിയുന്നതാണ് നല്ലത്. എപ്പോഴാണ് ഹെറോൺസ് ഫോർമുല ഉപയോഗിക്കുന്നത്? ഒരു ട്രയാങ്കിളിന്റെ 3 സൈഡിന്റെ ലെങ്ത് തന്നാൽ, ഒരു ത്രികോണത്തിന്റെ 3 വശങ്ങളുടെ അളവുകൾ തന്നാൽ അതിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഫോർമുലയ്ക്ക് പറയുന്ന പേരാണ് ഹെറോൺസ് ഫോർമുല. അപ്പൊ ഹെറോൺസ് ഫോർമുല എന്താണെന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം. ഹെറോൺസ് ഫോർമുല. ഹെറോൺസ് ഫോർമുല is used to find the area of triangle when its 3 sides are given. ഒരു ത്രികോണത്തിന്റെ 3 വശങ്ങളുടെ നീളം തന്നാൽ അതിന്റെ പരപ്പളവ് കണ്ടുപിടിക്കുന്നതിന് ഹെറോൺ സൂത്രവാക്യം ഉപയോഗിക്കുന്നു. ഇവിടെ ഒരു ട്രയാങ്കിൾ കാണാം, അതിന് 3 സൈഡും നമുക്ക് തന്നിട്ടുണ്ട്, ABC. അങ്ങനെയാണെങ്കിൽ ഹെറോൺസ് ഫോർമുല പറയുന്നത് ഇതാണ്: ഏരിയ ഓഫ് ട്രയാങ്കിൾ, ത്രികോണത്തിന്റെ പരപ്പളവ് എന്ന് പറയുന്നത് root of S into S minus A into S minus B into S minus C. ഇവിടെ S എന്ന് പറയുന്നത് ഹാഫ് ഓഫ് പെരിമീറ്റർ, ത്രികോണത്തിന്റെ ചുറ്റളവിന്റെ പകുതി, A+B+C/2. അപ്പൊ എളുപ്പമുള്ള ഒരു ഫോർമുലയാണിത്. സ്ക്വയർ റൂട്ട് എടുക്കുക, എസ് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. നമുക്ക് എയും 3 വശവും കൂട്ടി 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്താണോ കിട്ടുന്നത് അതാണ് എസ്. അപ്പൊ ആ എസ് എഴുതുക, ഇൻറ്റു എസ്സിൽ നിന്ന് ആദ്യത്തെ വശം കുറച്ചിട്ടുള്ളത് എഴുതാം, എസ്സിൽ നിന്ന് രണ്ടാമത്തെ വശം കുറച്ചിട്ടുള്ളത് എഴുതാം, എസ്സിൽ നിന്ന് മൂന്നാമത്തെ വശം കുറച്ചിട്ടുള്ളത് എഴുതാം. അങ്ങനെ 4 നമ്പേഴ്സിന്റെയും ഗുണനഫലം കാണാം, അതിന്റെ സ്ക്വയർ റൂട്ട് കാണാം. അതെത്രയാണോ അതാണ് ഏരിയ ഓഫ് ട്രയാങ്കിൾ. ഇത് AD 1-ാം നൂറ്റാണ്ടിൽ ഗ്രീസിൽ ഹെറോൺ എന്ന മാത്തമാറ്റീഷ്യൻ കണ്ടുപിടിച്ച ഫോർമുലയാണിത്. 3 സൈഡ് അറിയാമെങ്കിൽ എളുപ്പത്തിൽ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് ഇത്. ഒരു SSLC ക്വസ്റ്റ്യൻ ചെയ്യാം നമുക്ക്. The sides of a triangle are 13 cm, 14 cm and 15 cm. Find the perimeter of the triangle. Find area of triangle. Find in radius of the triangle. ഒരു ത്രികോണത്തിന്റെ വശങ്ങളുടെ നീളം 13 സെന്റിമീറ്റർ, 14 സെന്റിമീറ്റർ, 15 സെന്റിമീറ്റർ ആയാൽ അതിന്റെ ചുറ്റളവെത്ര, പരപ്പളവെത്ര, അന്തർവൃത്ത ആരം എത്ര? അപ്പൊ നമുക്ക് ഒരു ട്രയാങ്കിളിന്റെ 3 സൈഡ് തന്നിട്ടുണ്ട്. 1 by 1 ആയിട്ട് ആൻസർ കണ്ടുപിടിക്കാം. എ പാർട്ട്
ഫൈൻഡ് ദ പെരിമീറ്റർ ഓഫ് ദ ട്രയാങ്കിൾ. ഈ ത്രികോണത്തിന്റെ പെരിമീറ്റർ, ചുറ്റളവ് കാണണം. അപ്പൊ 3 വശവും അറിഞ്ഞാൽ നമുക്ക് പെരിമീറ്റർ കാണാൻ പറ്റും, ചുറ്റളവ് കാണാൻ പറ്റും. പെരിമീറ്റർ is equal to ആ 3 സൈഡും കൂട്ടുക. 13 പ്ലസ് 14 പ്ലസ് 15. അപ്പൊ 13ഉം 14ഉം 15ഉം കൂട്ടിയാൽ നമുക്ക് 42 കിട്ടും. സോ പെരിമീറ്റർ എന്താ കിട്ടുക? 42 സെന്റിമീറ്റർ എന്ന് കിട്ടും. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാം. ഫൈൻഡ് ഏരിയ ഓഫ് ട്രയാങ്കിൾ. പരപ്പളവ് എത്ര? നമുക്ക് ഈ ട്രയാങ്കിളിന്റെ 3 സൈഡിന്റെ ലെങ്ത് അറിയാം. അപ്പോൾ ഏരിയ കണ്ടുപിടിക്കാൻ ഏറ്റവും എളുപ്പം ഹെറോൺസ് ഫോർമുല ഉപയോഗിക്കുന്നതാണ്. ബൈ ഹെറോൺസ് ഫോർമുല 3 സൈഡും തന്നാൽ ഹെറോൺസ് ഫോർമുല തന്നെ ഉപയോഗിക്കാം. ഏരിയ ഓഫ് ട്രയാങ്കിൾ ഇസ് ഈക്വൽ ടു, ത്രികോണത്തിന്റെ പരപ്പളവ് സമം റൂട്ട് ഓഫ് എസ് ഇൻറ്റു എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് സി. ഇവിടെ എ എന്ന് പറയുന്നത് ഒന്നാമത്തെ വശം, ഏതാണ്? 13 സെന്റിമീറ്റർ. ബി എന്ന് പറയുന്നത് രണ്ടാമത്തെ 14 സെന്റിമീറ്റർ. സി എന്ന് പറയുന്നത് മൂന്നാമത്തെ 15 സെന്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ എസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പെരിമീറ്ററിന്റെ പകുതി. അത് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിരുന്നു 42 ആണെന്ന്. അതിന്റെ പകുതി, ഹാഫ് ഓഫ് പെരിമീറ്റർ ആണ് എസ്. ത്രികോണത്തിന്റെ ചുറ്റളവിന്റെ പകുതി. അപ്പോൾ 21 എന്ന് കിട്ടും. ദർഫോർ ഏരിയ, പരപ്പളവ് കാണാൻ ഈ വാല്യൂസ് ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എസ് ആണ് ആദ്യം. സോ എസ് നമ്മൾ കണ്ടുപിടിച്ചു 21 ഇൻറ്റു എസ് മൈനസ് എ 21 മൈനസ് 13 8 ഇൻറ്റു എസ് മൈനസ് ബി 21 14 കുറയ്ക്കുക 7 ഇൻറ്റു എസ് മൈനസ് സി 21 15 കുറയ്ക്കുക 6. ഇത് ചെയ്യുന്ന സമയത്ത് ഇതെല്ലാം മൾട്ടിപ്ലൈ ചെയ്ത് സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാൻ നിൽക്കരുത്. ഇതിനെ ഏറ്റവും സിമ്പിളായിട്ട് ഫാക്ടറൈസ് ചെയ്യാം. ഓക്കെ, 21 എങ്ങനെ നമുക്ക് ഫാക്ടേഴ്സ് ആയിട്ട് എഴുതാൻ പറ്റും? 21 എന്ന് പറഞ്ഞാൽ 3 ഇൻറ്റു 7 ആണ്. അതേപോലെ 8 എങ്ങനെ എഴുതാം? 8 നമുക്ക് സ്ക്വയർ റൂട്ടാണ്. സോ ഒരു പെർഫെക്റ്റ് സ്ക്വയറിന്റെ രൂപത്തിൽ എഴുതുന്നതാണ് നല്ലത്. 4 ഇൻറ്റു 2 എന്ന് എഴുതാം. 7 ഓൾറെഡി ഒരു പ്രൈം നമ്പറാണ്, അഭാജ്യ സംഖ്യയാണ്. അപ്പൊ 7 തന്നെ എഴുതിയാൽ മതി. 6 നമുക്ക് 3 ഇൻറ്റു 2 എന്ന് എഴുതാം. അപ്പൊ നോക്കുക, 2 3 ഉണ്ട്. അപ്പൊ സ്ക്വയർ റൂട്ടിന്റെ പുറത്ത് ഒരു 3 എഴുതാം. 2 7 ഉണ്ട്. സ്ക്വയർ റൂട്ടിന്റെ പുറത്ത് ഒരു 7 എഴുതാം. പിന്നെ 2 2 ഉണ്ട്. സ്ക്വയർ റൂട്ടിന്റെ പുറത്ത് ഒരു 2 എഴുതാം. പിന്നെ ഉള്ളത് ഒരു 4 ആണ്. അതിന്റെ സ്ക്വയർ റൂട്ട് നമുക്കറിയാം 2. ഓക്കെ, ഇനി മൾട്ടിപ്ലൈ. 3 ഇൻറ്റു 7 21, 2 ഇൻറ്റു 2 4. 21 4 മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് 84 എന്ന് കിട്ടും. സോ 84 സെന്റിമീറ്റർ സ്ക്വയർ ആണ് ഏരിയ. ഇനി നമുക്ക് മൂന്നാമതായിട്ട് കാണേണ്ടത് ഇൻസർക്കിൾ റേഡിയസ് ആണ്. ഫൈൻഡ് ഇൻ റേഡിയസ് ഓഫ് ദ ട്രയാങ്കിൾ, അന്തർവൃത്ത ആരം. സി പാർട്ട്. അപ്പൊ ഇൻസർക്കിൾ റേഡിയസ് കാണാൻ നമുക്ക് ഫോർമുലയുണ്ട്. ആർ ഇസ് ഈക്വൽ ടു എ ബൈ എസ്. ഓക്കെ, എ എന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് ട്രയാങ്കിൾ ആണ്. അത് നമ്മൾ തൊട്ട് മുമ്പിൽ ബി പാർട്ടിൽ കണ്ടുപിടിച്ചു 84 എന്ന്. എസ് എന്ന് പറഞ്ഞാൽ ഹാഫ് ഓഫ് പെരിമീറ്റർ ആണ്. അത് നമ്മൾ കണ്ടുപിടിച്ചിരുന്നു 21. അപ്പൊ 84 ഡിവൈഡഡ് ബൈ 21 ചെയ്യുമ്പോൾ നമുക്ക് 4 എന്ന് കിട്ടും. സോ ഇൻസർക്കിൾ റേഡിയസ് എന്ന് പറയുന്നത് 4 സെന്റിമീറ്റർ ആണ്. അന്തർവൃത്ത ആരം സമം 4 സെന്റിമീറ്റർ.